പാലക്കാട് കണ്ണാടി എന്ന് പറയുന്ന പ്രദേശം UDFന് കുറച്ച് ആധിപത്യമുള്ള ഒരു മേഖലയാണ്. അവിടെ കൃത്യമായിട്ട് പണം കൊടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകളുടെ വോട്ട് നേടാമെന്ന് നമ്മുടെ മഞ്ഞൾ എന്ന് ഇനി പറയേണ്ട മുല്ലപ്പൂ വെച്ച നിഴൽ ശോഭ ചേച്ചിക്ക് കാര്യങ്ങൾ മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഈ ഒരു തെണ്ടിത്തരം അവിടെ പോയി കാണിച്ചത്. ഒരമ്മച്ചിക്ക് 5000 രൂപ കൊടുക്കുന്ന വിഷ്വൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് കണ്ട്, ഒരു വെള്ള ചുരിദാറിട്ടൊരു സ്ത്രീ ആ മരത്തിൻ്റെ ഇടയിലോട്ട് കൊണ്ടുപോകുന്നു, ബാഗിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം അടുത്തൊരു ഷോട്ടിൽ നമ്മൾ കാണുന്നത് UDFന്റെ നേതാവും അവരുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയും ഈ അമ്മയെടുത്ത് ചെല്ലുന്നു. അവരുടെ കയ്യിൽ നിന്ന് ആ പണം വാങ്ങി അത് എണ്ണി തിട്ടപ്പെടുത്തി അവരെ തിരിച്ചു കൊടുത്തിട്ട് ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞു പോകുന്നതും നമ്മൾ ആ വീഡിയോയിൽ കണ്ടു. ഇപ്പൊ ഈ സംഘി വേട്ടാവളിയന്മാരും ചില വേട്ടാവളിയത്തിമാരും തലയ്ക്കകത്ത് ബോധമില്ലാത്ത ചാണകം മാത്രം തിരികെ കുത്തിക്കയറ്റി വെച്ചിട്ടുള്ള ഈ വൃത്തികെട്ട പോങ്ങന്മാരിപ്പോൾ ഇവരെ വെളുപ്പിക്കാൻ വേണ്ടി കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് കുരയ്ക്കുന്ന കാണുമ്പോഴത്തേക്കുണ്ടല്ലോ നാണം തോന്നിപ്പോവാ. സത്യത്തിൽ ഉളുപ്പോ മാനോ ഇവറ്റകൾ കൊണ്ടോ? എടാ, ഈ സംഘപരിവാർ കൊടുക്കുന്ന അമേദ്യം അമൃതാണെന്ന് പറഞ്ഞ് കഴിച്ചിട്ട് ഇങ്ങനെ വന്നിരുന്നുണ്ട് ഈ കാണിച്ച തെമ്മാടിത്തരത്തിന് ന്യായീകരിക്കുമ്പോൾ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ എന്താണ് വിചാരിക്കേണ്ടത്? അപ്പൊ അങ്ങനെ കുറെ വേട്ടാവളിയന്മാരും വേട്ടാവളിയത്തിമാരും നമ്മുടെ മുല്ലപ്പൂ വെച്ച നിഴൽ ശോഭ ചേച്ചിയെ വെളുപ്പിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരുത്തനാണ് മറ്റേ മാനുഫാക്ചറിങ് ഡിഫക്ട് സംഭവിച്ച് കണ്ണെല്ലാം ഉന്തിത്തള്ളി പുറത്തോട്ട് വന്ന് ഞരമ്പെല്ലാം വലിഞ്ഞു മുറുകുന്ന ഒരുത്തനുണ്ടല്ലോ, മുസംഗിയായിട്ടുള്ള കാരാട്ട് എന്ന് പറയുന്ന ആ ഒരു നാറി. 1.5 ലക്ഷം രൂപയാണ് ഈ വേട്ടാവളിയിൽ സംഘപരിവാർ മുസ്ലിങ്ങളെയും മറ്റു പാർട്ടികളെയും തെറി പറയാൻ വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു കുത്തിക്കാടി തീർക്കാൻ വേണ്ടിയാണ് അവൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നത്. അവളൊപ്പം തന്നെ മറ്റൊരു വേട്ടാവളിയൻ, എന്താണ് അനന്തപുരി വ്ളോഗ്സ് എന്ന് പറയുന്ന ഒരു മരമാക്രി, ഇവൻ വന്നിട്ട് അവരെ വെളുപ്പിക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് വെളുപ്പിക്കലൊന്ന് കണ്ടിട്ട് കുറച്ചും കൂടെ കൊടുക്കാനുണ്ട്. ആദ്യം നമുക്ക് ഈ ഞരമ്പ് വലിഞ്ഞു മുറുകി ശ്വാസം മുട്ടി ചത്തുപോകാൻ നിൽക്കുന്ന ഈ വേട്ടാവളിയൻ പറയുന്നത് എന്താണെന്ന് കേട്ടോ. പാലക്കാട്ടെ കോൺഗ്രസിന്റെ അവസാനത്തെ നാടകവും 8 നിലയിൽ ചീറ്റിയിരിക്കുന്നു. നിങ്ങൾ ഇത് കണ്ടില്ലേ? ഈ കഴിഞ്ഞ ദിവസത്തെ കലാശക്കൊട്ടില് ശോഭാ സുരേന്ദ്രനൊപ്പം അണിനിരന്ന ആയിരക്കണക്കിന് ആളുകളാ ഇത് കണ്ട് കോൺഗ്രസ് വിറള്ളി പിടിച്ച് തോൽവി ഭാരം ഒന്ന് കുറയ്ക്കാനുള്ള ഒരു തന്ത്രമാണ് ഈ പണം കൊടുക്കൽ നാടകം. അവര് പണം കൊടുത്തിട്ടാ ഞങ്ങൾ തോറ്റത് എന്ന് പറയാനുള്ളൊരു ജാമ്യമെടുക്കല്. അല്ലെങ്കിൽ നിങ്ങളൊക്കെ തന്നെ കണ്ടില്ലേ, ഒരു സ്ത്രീ പണം കൊടുക്കുന്നതായിട്ടൊരു വീഡിയോയിൽ കാണിക്കുന്നു. ആ തരത്തിലേ ഉള്ളൂ. എന്നിട്ട് ആ സ്ത്രീയെ കാറിന്റെ അടുത്തുകൂടി ശോഭാ സുരേന്ദ്രന്റെ ഫോട്ടോ വെച്ച കാറിന്റെ അടുത്തുകൂടി നടത്തുന്നു, അവിടെ നിന്ന് അപ്രത്യക്ഷമാക്കുന്നു. എന്നിട്ട് പറയുന്നു ശോഭയാണോ എന്തോ ചെയ്തത് എന്ന്. ഉളുപ്പില്ല കോൺഗ്രസ്സുകാരാ. ഒരു തോൽവിക്കും ഒരു അന്തസ്സില്ലേ? ജനം നൽകുന്ന ഒരു വിധി ഏറ്റെടുക്കണോ? അല്ലാതെ ജനത്തിന്റെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തരുത്. ഈ ഉളുപ്പുകെട്ട പണം കൊടുക്കൽ നാടകത്തിന് കോൺഗ്രസിന്റെ മണ്ടയ്ക്ക് തന്നെ പാലക്കാട്ടെ ജനത വിധി എഴുതുമെന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും വേണ്ട. നിന്നെ ഞാൻ 4-ാം തീയതി ഞാൻ എടുത്തോളാം. എടാ മരമാക്രി, ഇവര് ശോഭയുടെ കാറിന്റെ പിൻസീറ്റിൽ ഇരിക്കുന്നതും ശോഭ ഇറങ്ങി വന്ന് ആ വീഡിയോ എടുത്ത ആളോട് പറയുന്നത് നീ കേട്ട് കാണുമായിരിക്കുമല്ലോ. ഇവര് പറയുന്നുണ്ട് വല്യമ്മയ്ക്കാണ് കാശുണ്ടാക്കിയത്, മരുന്ന് മേടിക്കാനാണെന്ന് ആ പാവം അമ്മച്ചി പറഞ്ഞു പോയി. പിന്നെ അമ്മച്ചിയുടെ മക്കളെല്ലാം കൂടെ എടുത്തിട്ട് വിരളി പൂട്ടപ്പോൾ ആ പാവം വയോധികയായിട്ടുള്ള അമ്മ നിവർത്തികേട് കൊണ്ട് പറഞ്ഞു പോയി എനിക്കിത് പെൻഷൻ കിട്ടിയ പൈസ ആണെന്നുള്ളത്. എടാ, ആ കോൺഗ്രസിന്റെ നേതാവും കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയും ഈ അമ്മയുടെ അടുത്ത് വന്ന് അവരുടെ കയ്യിലിരിക്കുന്ന കാശ് വാങ്ങിച്ച് എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് പറയുന്നതും നീയൊക്കെ കേട്ടോ ഓഡിയോയിൽ? നീയൊക്കെ ആ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചത് കാണുക. അതിനകത്ത് പറയുന്നുണ്ട് ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ തിരിച്ചു പോകുന്നത്. ഇനി ലവന്റെയും കൂടെ ഒന്ന് കേൾക്കണ്ടേ? അതും കൂടെ ഒന്ന് കേട്ടോ. നമസ്കാരം. പാലക്കാടുള്ള BJP NDA സ്ഥാനാർത്ഥി ഉണ്ടല്ലോ ശോഭാ സുരേന്ദ്രൻ, 100% ജയിക്കുമെന്ന് ഉറപ്പിച്ചപ്പോൾ കോൺഗ്രസ്സുകാരുടെ ഒരുമാതിരി മറ്റേ പരിപാടി ഉണ്ടല്ലോ, അവിടെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ. ആ വീഡിയോയിൽ ഒരുത്തിയം കൊണ്ട് പൈസ കൊടുക്കാൻ പോയില്ലേ ശോഭാ സുരേന്ദ്രന്റെ കൂടെ വന്ന ആളെന്നും പറഞ്ഞ് അവനെ കിട്ടിയിട്ടുണ്ട്. ഈ വീഡിയോയിൽ കാണുന്ന മറ്റേ മോനുണ്ടല്ലോ, ഡയലോഗ് ഇറക്കുന്ന വണ്ടിക്കകത്ത് നിന്ന്, ആ ഡയലോഗ് ഇറക്കുന്ന അവന്റെ കൂടെ പുറത്തു നിന്ന് ഉണ്ടാക്കുന്ന മോനാണ് ഇതിന്റെ കുബുദ്ധിക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ആ വീഡിയോ കാണിച്ചതിന് ശേഷം നിങ്ങൾക്ക് മറുപടി പറയാം. കണ്ടല്ലോ അല്ലേ? ഇവന്റെ കൂടെ അവസാനം വന്നില്ലേ, അവനാണ് ഇതിന്റെ സൂത്രധാരൻ. അവനും അവന്റെ മറ്റേ മോളും കൂടെയാണ് ഈ കാശ് കൊടുത്തത്.
ഈ 2 തവണയായിട്ട് ഷൂട്ട് ചെയ്തു, ബുദ്ധിയില്ലല്ലോ. എന്നിട്ട് ശോഭാ സുരേന്ദ്രൻ്റെ കയ്യിൽ കൊണ്ടങ്ങ് വെച്ചു കൊടുത്തു. മറ്റേ വ്യക്തിബിയൊക്കെ കൊണ്ട് അഴിഞ്ഞാടി അതിൽ കുറേ മറ്റേ മക്കളും. ഇപ്പം ഏതാ സത്യം മനസ്സിലായോ? ഇവനാണ് ഇവൻ. കണ്ടില്ലേ, മനുഷ്യൻ കള്ളം പറയും, ക്യാമറ കള്ളം പറയാൻ പറ്റില്ല. ഇവൻ വർണ്ണ കണ്ടോ അവളവേക്കെ? അവനാണ് ഇവൻ. ഈ കാറിൻ്റെ അകത്തിരുന്ന് പേടിപ്പിക്കണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ? ഈ ഡയലോഗ് ഇറക്കുമ്പോഴേ നല്ല ചാങ്കുറപ്പോട് കൂടി പോരാടിയ പാലക്കാടിൻ്റെ NDA സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ്റെ കൂടെ പോയ കുറേ BJP ആണികളുണ്ടല്ലോ, ആണും പെണ്ണും കെട്ടോമാര്. എവിടെ പോയിരുന്നടാ നീയൊക്കെ? ഏവൻ ഇങ്ങോട്ട് വിറപ്പിക്കണ്ട, പേടിക്കണ്ടെന്നൊക്കെ കാറിയെന്ന് പറയുമ്പോഴേ ഇമാതിരി കുതന്ത്രങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടേ BJP സ്ഥാനാർത്ഥിയായ നമ്മുടെ ശോഭാ സുരേന്ദ്രനെ എൻ്റെ നേർക്ക് കള്ളം ഉണ്ടാക്കി വെച്ചിട്ടേ ഈ ഇലക്ഷനിൽ അവർക്കെതിരെ ഒരു നെഗറ്റീവ് ഉണ്ടാക്കി വെച്ചിട്ട് പോകാൻ സമയത്ത് ഈ വീഡിയോയിൽ ശോഭാ സുരേന്ദ്രൻ ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്നത് കൊണ്ടു. കാരണം അവർക്ക് നല്ല ചങ്കുറപ്പുണ്ട്. വേക്കെ വോട്ടുണ്ടാക്കാൻ കൂടെ പോയ ആണികൾ എവിടെയാടാ? ആണും പെണ്ണും കെട്ടോമാരെ. നിനക്ക് നാണമില്ലടാ നിനക്കൊക്കെ BJPയുടെ സ്ഥാനാർത്ഥിയുടെ കൂടെ നിൽക്കുന്ന അണികളെന്ന് പറയാൻ? കോണോത്തിലെ മക്കളെ, വേറെ ഏതെങ്കിലും നാട്ടിലുറപ്പുള്ള സ്ഥലമാണെന്ന് കണ്ടല്ലോ. ഈ വണ്ടിക്കാരനെ ശോഭാ സുരേന്ദ്രനെ വെല്ലുവിളിച്ചിട്ട് അവിടെ നിന്ന് പോവില്ലായിരുന്നു. കല്ലും നെല്ലും തിരിച്ചതിന് ശേഷം നീയൊക്കെ വിടണമായിരുന്നു. ഇവൻ്റെ കള്ളത്തരം പൊളിക്കണമായിരുന്നു. ചെയ്യാതെ ബാക്കിൽ പേടിച്ച് നിൽക്കുന്ന നീയൊക്കെ ഒരു ആണാടാ. BJPയുടെ പ്രവർത്തകരെന്ന് പറഞ്ഞ് നടക്കണ കോണോത്തിലെ മക്കളെ തന്നെയാടാ. എടാ, ഈ ഒരു കാര്യത്തിൽ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നുണ്ടല്ലോ, ഇവൻ്റെ ഫോണം പിടിച്ച് മാറ്റത് വ്യക്തമായി നോക്കി അവനെതിരെയുള്ള പണിയും കൊടുത്തിട്ടേ വിടുകയുള്ളായിരുന്നു. അവനെ കൈകാര്യം ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. അവനെതിരെ പോലീസിനെ വിളിച്ചു വരുത്തി വ്യക്തമായ പരിശോധന നടത്തിയനാ. നാണമില്ലേടാ നിനക്കൊക്കെ ഈ ശോഭാ സുരേന്ദ്രൻ്റെ കൂടെ നടന്ന് ആണും പെണ്ണും കെട്ടോമാരെ പോലെ നടക്കാൻ? ഒരു ഇന്നലെ ഉണ്ടായി ഇച്ചിരി പോലെ മൂത്ത ഒരുത്ത ആ കാറിൻ്റെ അകത്ത് എന്നെ പേടിപ്പിക്കല്ലേ മറ്റേന്നൊക്കെ പറയുമ്പോഴേ അവനെ തൂക്കിയെടുത്ത് പുറത്തിട്ടിട്ട് അവൻ്റെ വീഡിയോ മൊത്തം ചെക്ക് ചെയ്യണമെന്നാണ് നീയൊക്കെ. എന്നാൽ നീയൊക്കെ ആൺകുട്ടികളാണെന്ന് ഞാൻ പറയും. മനസ്സിലായടാ? ശോഭാ സുരേന്ദ്രൻ മാത്രമാണ് സംസാരിച്ചത്. നീയൊക്കെ ഇനി ഡയലോഗ് പറക്കും അങ്ങനെ ഇങ്ങനെയൊന്നല്ല. ആണത്തമില്ലടാ. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കാൻഡിഡേറ്റ്, ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ആരോപണം നടത്താൻ വേണ്ടി കള്ളപ്രചരണം നടത്തി ഒരു വീഡിയോ ഉണ്ടാക്കി അങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് അവരെ കുഞ്ഞമ്മയുടെ മറ്റേ മോളെയും വിളിച്ചുകൊണ്ട് പോയി ഈ പുറത്തു നിന്ന് ഉണ്ടാക്കുന്ന ഈ മോനെയും കൊണ്ടുപോയി ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ശോഭാ സുരേന്ദ്രൻ എന്ന് വെച്ചാൽ പാലക്കാടുള്ള ജയിക്കാൻ സാധ്യതയുള്ള NDA BJP സ്ഥാനാർത്ഥിയെ കരിവാരിത്തേക്കാൻ വേണ്ടി ഇമാതിരി തോന്നിയവാസങ്ങൾ കാണിച്ചിട്ട് ശോഭാ സുരേന്ദ്രനെ കൈ ചൂണ്ടി സംസാരിച്ച് വെല്ലുവിളിച്ചിട്ട് ഇറങ്ങി പോകാൻ നിൽക്കുന്ന യാതൊരു കോണത്തിലെ ചാനലായിരുന്നാലും പിടിച്ചെടുത്തു വരുന്നതാ. ശരിയാടാ. എടാ ക്നാപ്പ, നീ പറഞ്ഞ ശരിയാണ്. കാരണം തെമ്മാടിത്തരം കാണിച്ച് തെണ്ടിത്തരവും കാണിച്ചിട്ട് പിന്നെ എങ്ങനെയാടാ അവർ പോലീസിനെ വിളിക്കുന്നത്? നീ ഇപ്പൊ സംഘപരിവാറിന്റെ പ്രവർത്തകരെ നീ തെറി പറഞ്ഞില്ലേ? എടാ, നീ അതിനെക്കാട്ടി നമ്പർ 1 കൂതറയാണെന്നുള്ളത് കേരളത്തിലെ എല്ലാ ജനങ്ങളും മനസ്സിലായിക്കൊണ്ടിരിക്കുക. കാരണം നീ തന്തയ്ക്ക് പറക്കാത്തവനാണെന്നുള്ളത് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. സംഘപരിവാറിന്റെ തോന്നിവാസങ്ങളെയും വെള്ള പൂശാൻ വരുന്ന വേട്ടാവളിയ നിന്റെ കയ്യിലിരിക്കുന്ന ആ പേനയില്ലേ, അത് നീ അങ്ങോട്ട് തിരികെ അവിടെ വെച്ചിട്ട് നിന്റെ കടി തീർക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ശോഭാ സുരേന്ദ്രനെ ഇങ്ങനെ അങ്ങോട്ട് വെള്ള പൂശാനൊന്നും നീ നോക്കണ്ട. കാരണം സഖോ പെട്ടു ഞാനൊന്ന് ചെയ്തു പോയി. ലമ്മച്ചി എന്നെ പറയുന്നുണ്ടാ. ആ ഒരു ഓഡിയോ ക്ലിപ്പ് നീ കേട്ടാൽ നിനക്ക് മനസ്സിലാവും. ആ പൈസ കൊടുത്തത് ലെവളുടെ വല്യമ്മയ്ക്കാണെന്നാ പറഞ്ഞ. ആ പാവ അമ്മച്ചിയും പറഞ്ഞ് എനിക്ക് മരുന്ന് മേടിക്കാനാണ് ആദ്യം തന്നതെന്ന്, പിന്നെ പറഞ്ഞ് പെൻഷൻ കിട്ടിയതാണെന്ന്. ആ മക്കളെല്ലാം കൂടെ ആ പാവം പിടിച്ച ആ വയോധിക സ്ത്രീയെ പറഞ്ഞ് തിരുത്തി അവരെ വല്ലാത്തൊരു പരുവത്തിലേക്ക് കൊണ്ടെത്തിച്ച്. എന്താണെങ്കിലും കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ അവരുടെ സമ്മതിദാന അവകാശം കൃത്യമായി വിനിയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഒരു ചാണക മറ്റവന്മാരും വിജയിക്കത്തില്ല എന്നുള്ളത് 100% ഈ കേരളത്തിലെ ജനങ്ങൾ മുമ്പും തെളിയിച്ചിട്ടുണ്ട്. അതിപ്പോഴും തെളിയിക്കും എന്നുള്ള വിശ്വാസത്തിലാണ്. അതല്ല പണം മോഹിച്ചിട്ടാണ് ഇവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ കഷ്ടകാലം തുടങ്ങി എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. വടക്കേ ഇന്ത്യയിൽ എന്താണോ കാണുന്നത് അത് ഈ കേരളത്തിലും നടപ്പാക്കും. അത് നടപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇവരെല്ലാം കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ചെമ്പ് വലിഞ്ഞു മുറുകി കണ്ണുന്തി പുറത്തേക്ക് വരുന്ന മറ്റേ കാരാട്ടുമോനും ഇവനും രണ്ടും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. തെണ്ടിത്തരവും തെമ്മാടിത്തരവും ഇങ്ങനെ വിളിച്ചു പറയുന്ന 2-3 പോങ്ങന്മാരും ചില പോങ്ങത്തിമാരും നമ്മുടെ കേരളത്തിൽ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ജനങ്ങൾ സത്യം എന്താണ് തിരിച്ചറിയട്ടെ. ഈ വരാൻ പോകുന്ന 4-ാം തീയതി ഇതിന്റെ റിസൾട്ടും കേരളത്തിലെ ജനങ്ങൾ കാണും. അന്ന് നമ്മൾ ഒന്നുകൂടി കാണേണ്ടി വരും. ഇനി അത് മറിച്ച് അതല്ല നിനക്ക് എന്നെ കാണണമെന്നുണ്ടെങ്കിലും സത്യത്തിന്റെ ഭാഗത്തായിരിക്കും ഞാൻ അന്നും ഉണ്ടാകുന്നത്. ഈ കാണിച്ചത് ശുദ്ധ തെണ്ടിത്തരവും തെമ്മാടിത്തരവും പോക്കൃത്തരമാണെന്ന് അന്നും ഉറച്ചു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിനകത്തൊരു മാറ്റമില്ല. നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.